സിനിമ കാണാൻ സാധിച്ചില്ല, അടുത്തായിട്ട് തന്നെ കാണും. തീർച്ചയായിട്ടും കണ്ടിട്ടേ സംസാരിക്കാൻ പാടും. അല്ല, ഇത് കേട്ട കാലത്തോളം വെച്ചിട്ട്, അതായത് നിലവില് നമ്മളിപ്പം യൂട്യൂബിലാണെങ്കിലും അതുപോലെ സോഷ്യൽ മീഡിയകളിലൊക്കെ ആണെങ്കിലും ചിലവര്, അതായത് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബറൊക്കെ ഉണ്ട്. ഇവര് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്തീസ്റ്റ് സ്വഭാവമാണ് പറയുക. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിശ്വാസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല, വിശ്വാസികളെ എതിർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എതിർക്കുന്നില്ല എന്നും പറയും. അപ്പൊ ഈ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്ന ആ ഒരു മെന്റാലിറ്റിയോട് ഇപ്പൊ ഈ സിനിമയിലൊക്കെ ഇങ്ങനെ, അതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിച്ച ഒരാളെന്ന നിലയിൽ എന്താ പറയാനുള്ളത്? എന്റെ അറിവില്ലായ്മ കൊണ്ടെന്ന് അറിയില്ല, ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് പുതിയ അറിവാ. ഞാൻ അത്തരം കാര്യങ്ങൾ സത്യം പറഞ്ഞ അന്വേഷിക്കാറോ അല്ലെങ്കിൽ കാണുകയോ അല്ലെങ്കിൽ അതെന്താന്ന് ചെയ്യാത്ത ഒരാളാണ്. കാരണം നമ്മൾ വരുന്നതിന് അല്ലെങ്കിൽ നമ്മൾ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ കണ്ടുപോകാന്നല്ല, അന്വേഷിച്ചൊരു പോക്കില്ല. അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞ പുതിയ അറിവാണ്. ഇവരൊക്കെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു മതത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അതൊരു വരുമാന മാർഗമാക്കി, അതായത് കുറെ വിശ്വാസികൾ അവര് വിശ്വസിക്കുന്നത് അവരുടെ ഇഷ്ടം, അല്ലാതെ അതിനെ കുറ്റം പറഞ്ഞ് അതൊരു വരുമാന മാർഗമാക്കി എടുക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അല്ല, ഇതിന് നമുക്ക് ഇതൊരു ആക്ഷേപഹാസ്യം എന്നൊരു കാര്യമുണ്ട്. അതായത് പണ്ട് മുതൽക്കേ നമ്മൾ പലതിനെ വിമർശിച്ചിരുന്നത്, പല നാടകങ്ങളിലൂടെ വിമർശിച്ചിട്ടുണ്ട്, ആക്ഷേപഹാസ്യത്തിലൂടെ മിമിക്രി വേദികളിലൂടെ ഇതാക്കിയിട്ടുണ്ട്. അതിനൊക്കെ അത് സിനിമയൊക്കെ ഒരു ഭാഗമാണ്. ഇതൊന്നും ആദ്യത്തെ ഒരു സംഭവമല്ല. പിന്നെ സിനിമയായി കാണുക എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അതിലൂടെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയാൽ, അത് നമുക്ക് എവിടെ സ്പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമുക്ക് കേട്ടിട്ടുള്ളതാണ്, ശരിയാണ്, ഇത് എൻ്റെ അടുത്തുള്ളതാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ വീട്ടിലുള്ള ആളാണ് എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടായാൽ അത് നല്ലതാണെന്നേ ഉള്ളൂ. പക്ഷെ നമുക്കൊന്നിനെയും അത്തരത്തിൽ വിലയിരുത്തി സംസാരിക്കാനോ ഈ ഒരു വേദി വളരെ സീരിയസ് ആയിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്യാനോ നമുക്ക് പറ്റില്ല, എനിക്ക് സാധിക്കില്ല. ഞാൻ ചോദിക്കാം, അപ്പം ഒരുപാട് കാലമായി ഹാസ്യരംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഒരു തമാശ എങ്ങനെ ഒരാളിലേക്ക് എത്തിക്കണം, അയാളിലേക്ക് എങ്ങനെ ചിരി എത്തിക്കണം എന്ന് ഒരു കലാകാരനെന്ന് നല്ലൊരു അറിയാം. പക്ഷെ ഇന്നൊരു കാലത്ത് പൊളിറ്റിക്കലി കറക്റ്റ്നെസ് കുറവ് സാധനമുണ്ട്. അതായത് ഒന്ന് പറഞ്ഞാൽ ബോഡി ഷേമിങ് ഇല്ലാത്ത, പണ്ടൊക്കെ നമ്മൾ ആസ്വദിച്ചോണ്ടിരുന്നത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കളിയാക്കുന്നു എന്നുള്ള ലെവലുണ്ട്. അപ്പം ഒരു തമാശ പറയണ പോലും 10 തവണ ആലോചിച്ച് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ അത് മാറ്റം സംഭവിച്ചിട്ടുണ്ട്, നന്നായിട്ട് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ രൂപവും കളറ് കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ പല, അന്നൊന്നും അത്തരത്തിലുള്ള നമ്മൾ അതേ തമാശയിലൂടെ തന്നെ, ഇപ്പോൾ പൊളിറ്റീഷ്യൻസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ ഉന്നതിയിലിരിക്കുന്നവർ പോലും പൊട്ടിച്ചിരിക്കുന്ന വേദികൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് അവർ അനുകരിക്കുമ്പോൾ അവർ പറഞ്ഞ തമാശകൾ, അവരുണ്ടായിട്ടുള്ള വിവാദങ്ങളെ വരെ നമ്മൾ തമാശവൽക്കരിക്കുമ്പോൾ ഒക്കെ അവർ തന്നെ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ അത് മാറിയിട്ടുണ്ട്. ആ മാറ്റം ചിലപ്പോൾ അനിവാര്യമാകാം. നമ്മൾ അല്ല, അത് കുറെ ഒരു പരിധി വരെ എന്തുമാകാം എന്ന് പറയുന്നത്, അതൊരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനുമുള്ളതല്ലല്ലോ, അതിനുള്ള നിയമമുള്ളത്. കാരണം നമ്മൾ ആ ഒരു സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് നമുക്കൊരു വേദി കിട്ടി, ഒരു തമാശ പറയുന്ന അവസരം കിട്ടിയെന്ന് പറഞ്ഞ ഒരാളെ ഹനിക്കുന്ന അവസ്ഥയിൽ, ഇപ്പോൾ നേരത്തെ സിറാജ് പറഞ്ഞ പോലെ തന്നെ അതിലേക്ക് പോകാതിരുന്നാൽ മതി. കേൾക്കുന്ന ആളെ, ഞാൻ ഒരാളെ അനുകരിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് തമാശ പറയുമ്പോൾ ആൾ കൂടി ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കണം എന്നുള്ളതാണ്. കാരണം ഒരു വ്യക്തി മാത്രമല്ല, ആ വ്യക്തിക്ക് ഒരു കുടുംബമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ആ സൊസൈറ്റിയിൽ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലേ? അത്ര നമ്മൾ നോക്കിയാൽ മതി.